ഈ ഒരു കാലത്ത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ്. ഓക്കെ. സ്ട്രെസ്സ് കാരണം ഉറക്കം കിട്ടുന്നില്ല. സ്ട്രെസ്സ് കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കറക്റ്റ് ആകുന്നില്ല. ടെൻഷൻ വരുന്നു. തലവേദന വരുന്നു. ഓക്കെ. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് അല്ലേ? പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പല ഹോർമോൺസ് റിലീസാകും. ഓക്കെ. ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. ഈ സമൂഹത്തിൽ ഡയബറ്റിസ് ഇല്ലാത്ത ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതിനായിട്ട് പല കാരണങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ്സ്. സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഡയബറ്റിസിലോട്ട് കൺവേർട്ട് ആകുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡയബറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാകുന്നതിനുള്ള പ്രശ്നമാണ്. ഓക്കെ. അല്ലെങ്കിൽ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഡയബറ്റിസിലോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്. ഈ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് ഡെവലപ്പ് ആവുന്നതാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് ജനറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ പാങ്ക്രിയാസിനകത്തെ സെൽസിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആണ് യൂഷ്വലി അങ്ങനെ വരുന്നത്. ടൈപ്പ് 1 റിക്കവർ ആകാൻ കുറച്ചുകൂടെ പാടാണ്. ടൈപ്പ് 2 കുറച്ചുകൂടെ നമുക്ക് കമ്പാരിറ്റീവ്ലി മെഡിസിനിലൂടെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇൻസുലിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഡയബറ്റീസിൻ്റെ പ്രശ്നം വരുന്നത്. ഓക്കെ. അപ്പം അത് രണ്ട് തരത്തിൽ പറയാം. ഒന്നെങ്കിൽ ഇൻസുലിൻ കറക്റ്റായിട്ട് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ കറക്റ്റ് ആകുന്നില്ല. ഓക്കെ. അതായത് ഫങ്ഷണലായിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാകുന്നില്ല, അതിൻ്റെ ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അത് കണ്ടിന്യൂസ് ആയിട്ട് എലിവേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ശരീരത്തിലും പല പ്രശ്നങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിനകത്ത് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനായിട്ട് ഏറ്റവും പ്രധാന കാര്യം സ്ട്രെസ്സാണ്. ഓക്കെ. ഈ ഒരു കാലത്ത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ്. ഓക്കെ. സ്ട്രെസ്സ് കാരണം ഉറക്കം കിട്ടുന്നില്ല. സ്ട്രെസ്സ് കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കറക്റ്റ് ആകുന്നില്ല. ടെൻഷൻ വരുന്നു. തലവേദന വരുന്നു. ഓക്കെ. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് അല്ലേ? പക്ഷേ ഓവർ പീരീഡ് ഓഫ് ടൈം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പല ഹോർമോൺസ് റിലീസാകും. ഓക്കെ. നമ്മുടെ പ്രിമിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. ഓക്കെ. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് അഡ്രിനാലിൻ റിലീസാകും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല എനർജിയാവും അല്ലേ? അല്ലെങ്കിൽ പേടി വരുന്ന സമയത്ത് നമുക്ക് നല്ല എനർജി ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു ഷിവറിങ് കാര്യങ്ങൾ, വേർക്കുക, അങ്ങനെ റെസ്പോൺസ് വരുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ട് അഡ്രിനാലിൻ റിലീസ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്രോണിക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോർമോൺസിൻ്റെ ചെറിയ തോതിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലീസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇതേപോലത്തുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ചിലത് നമുക്ക് അറിയാൻ പറ്റും, ചിലത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് ആ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനകത്തെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് റിലീസാകും. അല്ല, ചെറുതായിട്ടാണെങ്കിൽ ആ ഒരു തോതിൽ നമ്മുടെ ശരീരത്തിനകത്ത് ആ ഒരു അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ പാങ്ക്രിയാസ് ബേൺ ഔട്ട് ആവും എന്നുള്ളതാണ് കാര്യം. ഇൻസുലിൻ ഉണ്ടാക്കാൻ ഒരുപക്ഷെ നമ്മുടെ പാങ്ക്രിയാസിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തികയുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും, അക്കംസ്റ്റഡ് ആവും. ഓക്കെ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം സ്ട്രെസ് ആകുന്ന ഒരു സമൂഹമായി മാറരുത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിനകത്ത് pH വാല്യൂ കുറയാൻ, അതായത് അസിഡിക് ആകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. കൂടുതലായിട്ട് ഈ അസിഡിക് ആയിക്കഴിഞ്ഞാൽ ഈവൻ ക്യാൻസർ പോലുള്ള പല അസുഖങ്ങളും വരാനും ഡെവലപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാരണം എന്താണോ ആ കാരണത്തിനെ മാറ്റുക. നമ്മുടെ ശരീരത്തിന് സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാം. ഒരുപക്ഷെ ഒരു 50% നമ്മുടെ ഒരു പ്രശ്നങ്ങളും ജീവിതചര്യ രോഗങ്ങളും, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് അക്യൂട്ട് ആയിട്ട് വരാവുന്ന അസുഖമാണ്. ഈവൻ അതുപോലും മാറ്റി നിർത്താൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉറക്കം, എക്സസൈസ്, നല്ല ഭക്ഷണം ഒക്കെ ഇതിനെ അക്കമ്പനി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. എല്ലാം ഒരുമിച്ച് വരണം. എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് വരുന്ന പല ബുദ്ധിമുട്ടുകളും ഡെവലപ്പ് ആകാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സ്ട്രെസ്സാണ്. അതിലൂടെ നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നം പോലും ഏകദേശം 90% ഓഫ് ദ കേസും നമുക്ക് ഡെവലപ്പ് ആവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചില മാർഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. യോഗ ചെയ്യാം,
അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. നമ്മുടെ പാർട്ട്ണറോട് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുക. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ അത് ഉൾപ്പെടുത്തുക. മോർണിംഗ് വാക്കിന് പോവുക, എന്തെങ്കിലും ജിമ്മിൽ പറ്റുകയാണെങ്കിൽ പോവുക. അപ്പോൾ ഇതിനകത്ത് ഹോമിയോപ്പതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ടെൻഷന്, സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് മെഡിസിനുണ്ട്. അതിൻ്റെ ആക്ച്വലി റൂട്ട് കോസിലോട്ട് വന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിംറ്റംസിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി അതിനകത്ത് മെഡിസിൻസ് സെലക്ഷൻ വരുന്നത്. അപ്പം ഈവൻ ഡയബറ്റീസ് കാര്യങ്ങളാണെങ്കിൽ പോലും ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്ത് എലോങ് വിത്ത് നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കാം. ഈവൻ മെഡിസിൻ എടുത്താലും എടുത്തില്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ നല്ലോണം വർക്കൗട്ട് ചെയ്യിക്കുക. ഓക്കെ, പറ്റുന്ന രീതിയിൽ നമ്മളിത് തീർച്ചയായിട്ടും പെട്ടെന്ന് പോയി വർക്കൗട്ട് ചെയ്യാനല്ല പറയുന്നത്. എങ്കിൽ പോലും ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുത്തുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ എവർക്കും നല്ലൊരു ശുഭനായിരുന്നു. നല്ലൊരു നാളേക്കായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തെയും നമ്മളെയും നമുക്ക് വാർത്തെടുക്കാം. സോ താങ്ക് യു. Have a nice day. Thank you.